ഇന്നത്തെ വീഡിയോ ഒരു കെമിസ്ട്രി എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. +2 ഫിസിക്സിൻ്റെ പബ്ലിക് എക്സാം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് കെമിസ്ട്രി ആണുള്ളത്. ഇതിപ്പോൾ ഞാൻ രാവിലെയാണ് പഠിക്കാതിരിക്കുന്നത്. സാധാരണ ഞാൻ രാത്രി കുറേ നേരം ലേറ്റ് നൈറ്റ് ഇരുന്ന് പഠിക്കലാണ്. കാരണം നമുക്ക് നോമ്പ് കാണാൻ ഉച്ചയ്ക്ക് ഇരുന്ന് പഠിക്കാൻ അത്ര പോസിബിൾ അല്ല. അപ്പം ഞാൻ രാത്രി കുറേ നേരം ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് കുറേ നേരം കിടന്ന് ഉറങ്ങും. അപ്പം നമുക്ക് രാത്രി കുറേ നേരം ഇരുന്ന് പഠിക്കാമല്ലോ അങ്ങനെ. പക്ഷേ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേന്ന് ഞാൻ രാത്രി പഠിച്ചിട്ടില്ല. കാരണം ഫിസിക്സിന് വേണ്ടി കുറേ പഠിച്ചുകൊണ്ട് തന്നെ, കുറേ എന്നല്ല നമ്മളിരുന്ന് പഠിച്ചുകൊണ്ട് തന്നെ എനിക്ക് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടൊക്കെ അന്ന് രാത്രി ഞാൻ നല്ലപോലെ ഒന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി പഠിത്തത്തിനെ പറ്റി പറയാനാണെങ്കിൽ ആസ് ആൻ ആവറേജ് 12th ഗ്രേഡർ വന്ന് പബ്ലിക്കിന് പോലും വലിയ പേടിയില്ലാണ്ടായി. പബ്ലിക്കിനൊക്കെ പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേന്നൊക്കെയാണ് എനിക്ക് നല്ലപോലെ ടെൻഷനൊക്കെ ആവുന്നത്. അതുവരെ നമുക്ക് അങ്ങനെ വലിയൊരു പ്രശ്നമൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എക്സാമിന് പേടിയില്ലാത്തതാണ് നമ്മളെ ടെൻഷൻ. ഇതുവരെ നമുക്ക് വീഡിയോക്ക് തിരിച്ചു വരാം. ഞാൻ രാവിലെ തന്നെ ഇരുന്നിട്ട് ഓർഗാനിക് കെമിസ്ട്രി ആണ് പഠിക്കുന്നത്. രാവിലെ തന്നെ ഓർഗാനിക് പഠിക്കാതിരുന്നാൽ ഫ്രഷ് മൈൻഡൊക്കെ ആകുമ്പോൾ നല്ലോണം മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. പക്ഷേ രാവിലെ തന്നെ ഇത് പഠിച്ചുകൊണ്ട് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ക്ലാസ്സൊക്കെ കേട്ടിട്ട് പിന്നെ ഞാൻ പോയിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു പവർ നാപ്പാണ് ഉദ്ദേശിച്ചത്, പക്ഷേ അത് കുറച്ച് കൂടിപ്പോയി. പിന്നെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ട് ഞാൻ വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇരുന്നു. കാരണം പഠിക്കൽ ഇപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലോ, നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാനില്ല. നേരത്തെ ഞാൻ ആൽഡിഹൈഡ്സിൻ്റെ ഒക്കെ ക്ലാസ് കേട്ടിട്ട് ഒരു പവർ നാപ്പ് എടുക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ കുറച്ചധികം സമയം പവർ നാപ്പ് കൂടിപ്പോയി. അപ്പോൾ തിരിച്ചു വന്നിട്ട് ഞാൻ ഇതാണ് പഠിക്കുന്നത്. ആൽഡിഹൈഡ്സ് കിറ്റുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിരുന്നു. പക്ഷേ എനിക്കിതൊന്നും മനസ്സിലാവില്ല. ഈ സമയത്ത് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാനൊരു ഇൻട്രസ്റ്റ് കിട്ടണില്ല. അപ്പം ഞാനിനി കോർഡിനേഷൻ കോമ്പൗണ്ട്സ് പഠിക്കാൻ വിചാരിച്ചു. ഇതെനിക്ക് അറിയാം ചാപ്റ്റർ, എന്നാലും എന്തൊക്കെയൊക്കെ മറന്നു പോകും. അപ്പോൾ ഇതിനെ ഫുൾ നോട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. അപ്പോൾ ഇനി നമുക്ക് ഇത് പഠിക്കാം. പിന്നെ എന്നെ പറ്റി പറയാനാണെങ്കിൽ ഡെയിലി ഞാൻ ടു ഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കും. പക്ഷെ ഒന്നും അങ്ങോട്ട് കറക്റ്റ് ചെയ്യൂല. ഞാൻ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കൽ എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റാത്ത അത്രയും ലിസ്റ്റ് ഇട്ട് വെക്കും. കാരണം ഒരു ദിവസം ഒരു 5 ചാപ്റ്റർ 6 ചാപ്റ്റർ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇടല്. അതുകൊണ്ട് തന്നെ ഇതൊന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അപ്പോൾ ആകെ ആ ഒരു ഡേ ലാസ്റ്റ് ഡിസപ്പോയിൻറ്റഡ് ആവും. എന്നാലും പിന്നെയും നെക്സ്റ്റ് ഡേ വീണ്ടും ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ ടു ഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പം ഭയങ്കര മിനിമലായിട്ട് ഉണ്ടാക്കാൻ നോക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളെ ടേസ്റ്റ് അനുസരിച്ച് അത്രയൊക്കെ ഉണ്ടാക്കാം. പക്ഷേ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല. ഐ എം ആൻ ആവറേജ് സ്റ്റുഡൻറ്റ്. കാരണം ലാസ്റ്റ് മിനിറ്റ് പഠിക്കാൻ വെച്ചതിൻ്റെ ഒരു റിഗ്രറ്റ് എനിക്ക് നല്ലപോലെ ഉണ്ട്. പക്ഷെ എന്തായാലും ഞാൻ എൻ്റെ ഒരു ആത്മാർത്ഥത കൊണ്ടാണ് ഇങ്ങനെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. കാരണം ഈ ഒരു ദിവസം എനിക്ക് ഇത്ര പാഠം തീർക്കണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ നടക്കാതെ പിന്നെ ഓർഗാനിക് നിർത്തിയിട്ട് ഞാൻ ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഈ ഒരു ചാപ്റ്ററിൽ അത്യാവശ്യമൊക്കെ എനിക്കറിയാം. എന്നാലും ചില ടോപ്പിക്ക് നല്ല ഡൗട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ യൂട്യൂബിൽ സെപ്പറേറ്റ് വീഡിയോ കണ്ടിട്ട് അങ്ങനെയൊക്കെ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ തൽക്കാലം. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രിപ്പറേഷൻസ് ഇവിടെ വരെ ആയി എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.